ിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരത്ത് ഡാൻ, എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? രഞ്ജിത്ത്, ഞങ്ങള് ശംഖുമുഖത്താണുള്ളത്. ശംഖുമുഖത്തു നിന്നുള്ള കാഴ്ചകൾ ഇതാണ്. അതിശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും, അതായത് ഇവിടെ രാവിലെ മുതൽ തന്നെ തിരക്ക് തുടങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ ഒരു സ്ഥാപനങ്ങൾ പോലും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. വിനോദസഞ്ചാരികൾക്ക് ആർക്കും ഇവിടേക്ക് എത്താൻ കഴിയാത്ത തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. മത്സ്യബന്ധനത്തിലുള്ള തൊഴിലാളികൾക്ക് ബോട്ടുകളിൽ കടലിലേക്ക് പോകരുത് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉള്ളതിനാൽ മുഴുവൻ ബോട്ടുകളും തീരത്ത് അടുപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതിശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ വലിയ തരത്തിൽ കടലാക്രമണം ഉണ്ടായേക്കുമെന്ന തരത്തിൽ ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള തിരമാലകൾ ശംഖുമുഖം തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. സ്വാഭാവികമായി വലിയതുറ, അഞ്ചുതെങ്ങ്, അതോടൊപ്പം ചെറിയതുറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, വെട്ടുകാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത് തന്നെയാണ് സ്ഥിതി. ഈ കനത്ത മഴ തുടരുകയും അതിശക്തമായ തിരമാലകൾ അടിച്ചു കയറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ മുൻ വർഷങ്ങളിലൊക്കെ ഈ പ്രദേശം നേരിട്ട ഒരു വലിയ പ്രതിസന്ധി. ശംഖുമുഖത്ത് നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് അത് വലിയ തരത്തിലുള്ള ഭീഷണിയുടെ നടുവിലാണ്. ആ റോഡിലേക്കാണ് ഈ തിരമാലകൾ ഇങ്ങനെ അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ബലക്ഷയം സംഭവിച്ചിട്ട് പിന്നീട് നിർമ്മാണം നടത്തി റോഡിന്റെ ബലം കൂട്ടുകയായിരുന്നു. പക്ഷേ അവിടേക്ക് വലിയ തോതിൽ ഇപ്പോൾ തിരമാലകൾ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള കാറ്റും തിരമാലയുമൊക്കെ ഇതുപോലെ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ കാലവർഷം 31-ന് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ റോഡുകൾ തകരുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും അങ്ങോട്ട് കാണേണ്ടി വരിക. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ശക്തമായ കാറ്റും മഴയും രേഖപ്പെടുത്തുന്നുണ്ട് ശംഖുമുഖം പോലെയുള്ള തീരദേശ മേഖലകളിൽ. ആലപ്പുഴയിൽ കുട്ടനാട്ടിലെ വെള്ളത്തിന്റെ കെടുതികൾ നമ്മൾ കണ്ടു. തൃശൂരിൽ നഗരത്തിൽ ശക്തമായ വെള്ളം പൊങ്ങിയ പശ്ചാത്തലം നമ്മൾ കണ്ടു. അവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ പോലും വെള്ളം കയറുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കളയാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിവരമാണ്. അങ്ങനെ ഓരോ മേഖലയിലും കൊച്ചിയിൽ നിന്ന് ആജ്ഞ ഉണ്ട്. ആജ്ഞ രവീന്ദ്രൻ, ആജ്ഞ, കൊച്ചിയിൽ ശക്തമായ വെള്ളക്കെട്ട് രാവിലെ വലിയ മഴയിലുണ്ട് എന്നുള്ള സൂചനകളായിരുന്നു നേരത്തെ മുതൽ തന്നെ. ഗതാഗത കുരുക്കടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ 10 മണിയാകുമ്പോഴേക്ക് സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? രഞ്ജിത്ത്, ഇപ്പം മഴ അല്പം തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാൽ പോലും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നലെ ഒരു 4 മണിക്കൂർ തുടർച്ചയായി നിന്ന് വലിയ ഇന്റൻസിറ്റിയോടെ മഴ പെയ്തത് കൊണ്ടാണ് വെള്ളക്കെട്ട് ഉണ്ടായത്. പക്ഷേ വെള്ളക്കെട്ടുണ്ടായ ഇവിടെ കൊച്ചിയെ സംബന്ധിച്ചിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുക എല്ലാ മഴക്കാലത്തും സ്വാഭാവികമായ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ നഗരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും പ്രധാന റോഡുകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണല്ലോ. ഈ പാലാരിവട്ടം മുതലുള്ള ഭാഗങ്ങൾ, ഇടപ്പള്ളി, പാലാരിവട്ടം, ഈ വൈറ്റില ഭാഗങ്ങളിലൊക്കെ റോഡ് മുഴുവൻ വെള്ളമായിരുന്നു. ഓട ഏതാണ്, കുഴി ഏതാണെന്ന് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ഇരുചക്രവാഹനക്കാരാണ് ഇന്നലെ അധികം ബുദ്ധിമുട്ട്. കടുത്ത ഗതാഗത കുരുക്കായിരുന്നു ഇന്നലെ അനുഭവിക്കേണ്ടി വന്നത്. റോഡിലേക്ക് മുഴുവൻ ഈ അഴുക്ക് ചാലുകളിൽ നിന്നുള്ള വെള്ളം ചേർന്ന് ഒഴുകുന്ന ഒരു സാഹചര്യം. അതുപോലെ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല എന്ന് തന്നെ വേണം. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടുപോയി എന്നല്ലാതെ ഈ മാലിന്യങ്ങളൊക്കെ ഇപ്പോഴും ഓടയിൽ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായ സമയത്ത്